ഒരാൾ പറയാൻ ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനോടൊപ്പം ചില ഔലിയാക്കന്മാരാണ്. ഈ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ മുസ്ലിം വേഷം കെട്ടിയ ആളുകൾ ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നത് നമ്മുടെ ഈമാനിന്റെ കുറവിനെയാണ് അറിയിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു 5-10 കൊല്ലം മുൻപ് ഒരു മുസ്ലിമായ ഒരാൾ ഒരു ഇസ്ലാമിക സദസ്സിൽ അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടും? അള്ളാഹുവിന് പുറമെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ ഔലിയാക്കന്മാരാണ് എന്ന് ഒരാൾ പറയാൻ ധൈര്യപ്പെടും? ഒരു മക്കയിലെ മുശ്രിക്കുകൾ അത് പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുറെ കാലം ഇവിടെ ശിർക്കിനെ ന്യായീകരിച്ചിരുന്നവർ പറഞ്ഞ് ഞങ്ങളെ മക്കാ മുശ്രിക്കുകളെ പോലെ ആക്കി എന്നാണ്. ഇതാ മക്കാ മുശ്രിക്കുകൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഗുരുതരമായ വാക്കാണിത്. അവർ പറഞ്ഞിട്ടില്ല ലാത്തയും ഉസ്സയുമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന്. അവർ പറഞ്ഞിട്ടില്ല ലാത്തയും ഉസ്സയുമാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് എന്ന്. അവർ പറഞ്ഞിട്ടില്ല ആകാശത്തുകൂടെ പറന്നു പോകുന്ന പ്ലെയിൻ അവിടെ നിൽക്കട്ടെ, ഒരു പക്ഷിയെ പോലും നിയന്ത്രിക്കുന്നത് ലാത്തയോ ഉസ്സയോ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് ആളുകൾ പറയും ഔലിയാക്കന്മാരാണ് പ്ലെയിൻ നിയന്ത്രിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് ഗുരുതരമായ വാക്കാണ്! അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കുചേർക്കപ്പെടുന്ന അവനെ പോലെ ഒരാൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അല്ലാഹുവാണ് മുദബ്ബിർ, അവനാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ. ഇല്ല ഔലിയയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ മുശ്രിക്കാണ്. ഇസ്ലാമിന്റെ 10 പേര് നിനക്കുണ്ടായാലും